ഒരു ദരിദ്ര രാജ്യത്തെ യജമാനും ദാസനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല, ഈ അമേരിക്ക പോലുള്ള രാജ്യത്ത്. എന്നാൽ ഇന്ത്യയിൽ അത് വളരെ കൂടുതൽ. അതുപോലെ ഇന്ത്യയിൽ പല തരത്തിലുള്ള ജാതിക്കാരുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ. നമ്മുടെ സഭയിൽ വരുന്ന പലരും ഇപ്രകാരമുള്ള ജാതികളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നിട്ടുള്ളവരാണ്. അവരിപ്പം ക്രിസ്തുവിലേക്ക് വന്നു. അവർക്ക് അതൊരു പുതിയ അനുഭവമാണ്. അവരുടെ ജീവിതകാലം മുഴുവനും അവരെ ക്രിസ്ത്യാനി അല്ലാതെ മറ്റ് മതത്തിൽ ജീവിച്ചപ്പോൾ അവരെ പഠിപ്പിച്ചത് ഒരു അധകൃത വർഗത്തിൽപ്പെട്ട ഒരാളുടെ നിഴല് പോലും നിന്റെ ശരീരത്തിൽ വീഴരുത്, അത് നിന്നെ അശുദ്ധനാക്കും, അവൻ പോകുമ്പം അവൻ്റെ നിഴല് വീണാൽ. ഇങ്ങനെയുള്ള ആളുകളെ മാനസാന്തരപ്പെട്ട് വരുമ്പം അവർ പൂർണ്ണമായിട്ടും മാറും. എത്ര മനോഹരമാണ്! അതുകൊണ്ട് ഞാൻ ചില അങ്ങേയറ്റം മോശപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു വിശേഷ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ അർത്ഥമാക്കി പറയുകയാണ്, അതൊരു അനുഗ്രഹമാണ്. കാരണം അത് ഞാൻ ശരിയായൊരു ക്രിസ്ത്യാനിയാണെന്ന് എന്നെ പരിശോധിച്ച് നോക്കുകയാണ്. ഇവിടെയും നിങ്ങൾക്ക് അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇതിനേക്കാൾ 100% നല്ലതാണത്. ചില നിസ്സാര കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാളുമായിട്ട് ഒത്തുപോകാൻ കഴിയുന്നില്ല, എനിക്ക് ആളുകളോട് ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് സഭ പണിയാൻ ശ്രമിക്കരുത്. പോയി വേറെ എന്തെങ്കിലും ചെയ്യുക, ഒരു കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കുക, എന്നിട്ട് സുഖമായിട്ട് ലോകത്ത് ജീവിക്കുക. എന്നാൽ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ സഭ പണിയാനായിട്ട് ശ്രമിക്കരുത്. അതുകൊണ്ട് സമാഗമന കൂടാരം സഭയുടെ ഒരു ചിത്രമാണ്. ആ പണി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് വളരെ കൃത്യമായിരുന്നു എന്ന് മനസ്സിലാകും. ദൈവം പറഞ്ഞു ഇതിങ്ങനെ ആയിരിക്കണം, ഇതിങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെ അളവ് ഇതാണ്. അത് തിരുത്താനായിട്ട് മോശയ്ക്ക് അനുവാദമില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, 40-ാം വയസ്സിൽ ഈ പണി ചെയ്യാനായിട്ട് മോശയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവൻ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയപ്പം. നിങ്ങൾക്കറിയാമോ, അവൻ വിദ്യാഭ്യാസം നേടിയത് മിസ്രൈമിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലാണ്. എങ്ങനെ പിരമിഡ് ഉണ്ടാക്കാം, ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്കും അവരെങ്ങനെ അത് ഉണ്ടാക്കിയെന്ന് ആശ്ചര്യപ്പെടുകയാണ്. മോശയ്ക്ക് അത് അറിയാമായിരുന്നു. അന്ന് മോശയോട് ദൈവം ഈ സമാഗമന കൂടാരം എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ, കർത്താവെ ആ കാര്യം എനിക്ക് വിട്ടേരെ, ഞാൻ പിരമിഡ് ഉണ്ടാക്കിയതാണ്, അതിമനോഹരമായ ഒരു സമാഗമന കൂടാരം ഞാൻ പണിയാം. അവന് മനോഹരമായത് ഉണ്ടാക്കാനും കഴിയുമായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇല്ലാത്ത ഒന്ന്. തീ അവിടെ ഉണ്ടായിരിക്കുകയില്ല, എന്നാൽ അത് ആളുകൾ കണ്ടാൽ ആശ്ചര്യപ്പെടുന്ന ഒരു നിർമ്മിതിയായിരിക്കും. നിങ്ങൾ ഈ സമാഗമന കൂടാരത്തിന് ചിത്രം കണ്ട, നിങ്ങൾ ആ ചിത്രം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് എത്ര ലളിതമായ, ഒരാകർഷണവുമില്ലാത്ത ഒരു നിർമ്മിതിയാണ്. അതിൻ്റെ ഏക വ്യത്യാസം ഇത് മാത്രമാണ്, അവിടെ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. അതിൻ്റെ തൂണുകളും കർട്ടനുകളും ഒരാകർഷണവുമില്ല. അതുപോലെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, ഏതൊരു ഫെലിസ്തീനും ഇതുപോലൊരു സമാഗമന കൂടാരം പണിയാൻ കഴിയും. ഇന്ന് നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയും. പുറപ്പാട് ദിവസം വായിച്ചു നോക്ക്, നിങ്ങൾക്ക് കഴിയും കൃത്യമായിട്ടും അതുപോലെ. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയത്തില്ല. അതെന്താണ്? ദൈവമഹത്വം. ഇപ്പം ഞാനത് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാം. ആളുകൾ ബാംഗ്ലൂർ വന്നിട്ട് പറയും, സാക് ബ്രദറെ, എൻ്റെ സ്വന്തം നാട്ടിൽ ഇതൊരു സഭ വേണം, എന്താണ് നിങ്ങളിവിടെ ചെയ്തത്? അവർ കാര്യങ്ങൾ കേൾക്കും, എല്ലാ സന്ദേശങ്ങളും പോയി കേൾക്കും. എന്നിട്ട് അവർ പോയി ഫെലിസ്ത്യ സമാഗമന കൂടാരം പണിയാൻ ശ്രമിക്കുന്ന പോലെ. അവിടെ ഇല്ലാത്ത കാര്യം ദൈവമഹത്വം മാത്രമായിരിക്കും. ഇന്നത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. അതാണ് ആ സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്ന ആ തീയ്ക്ക് തുല്യമായത്. അത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്, ദൈവ സാന്നിധ്യം. അതാണ് സഭയിൽ ഉണ്ടാകേണ്ടത്. ഒരു പുതിയ നിയമസഭയുടെ ലക്ഷണം എന്താണ്? പ്രാഥമികമായി സമാഗമന കൂടാരം. നിങ്ങൾക്കെങ്ങനെ തിരിച്ചറിയാം ഈ സമാഗമന കൂടാരം ഫെലിസ്ത്യരുണ്ടാക്കിയതാണോ അതോ ഇത് ഇസ്രായേലരുണ്ടാക്കിയതാണെന്നോ? മോശയുടെ കൽപ്പന പ്രകാരം. ഇത് രണ്ടും നിങ്ങൾ നോക്കിയാൽ രണ്ടും 100% ഒരുപോലാണ്. ഞാൻ പറഞ്ഞ പോലെ തീ കാണത്തില്ല. അങ്ങനെയാണ് ഇത് തമ്മിൽ നിങ്ങൾ തിരിച്ചറിയുന്നത്. ഏത് സമാഗമന കൂടാരമാണ് ഫെലിസ്ത്യരുണ്ടാക്കിയത്, ഏതാണ് മോശ പണിതെന്ന്? ശരി, പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ സഭ ദൈവാത്മാവിനാൽ പണിയപ്പെട്ട ഒരു സഭയാണോ അതോ ഒരനുകരണമാണോ? ഒരാൾ ഒരു കാര്യം കാണുന്നു, അവർക്കും അതുപോലെ ഒന്ന് പണിയണം. ഞങ്ങളൊരു കോൺഫറൻസിന് പോയി, ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തി. ഞങ്ങളും അതേ പാട്ടുകൾ തന്നെ പാടും, അതേ ഗാനങ്ങൾ തന്നെ ഞങ്ങളിവിടെ പാടാൻ പോവുകയാണ്. സാക് ബ്രദറിൻ്റെ ചില സന്ദേശങ്ങൾ കേൾപ്പിക്കുന്നു, അങ്ങനെ ഇവിടെ ഞങ്ങൾ സഭ പണി. നിനക്ക് കഴിയില്ല. കാരണം ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു പുതിയ നിയമസഭയുടെ ലക്ഷണം എന്താണെന്നുള്ള കാര്യം. നമുക്ക് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലേക്ക് പോകാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പറയുന്നത്, അവിടെ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. 23-ാം വാക്യം, സഭയൊക്കെയും ഒരുമിച്ച് കൂടി. ആ വാക്യം തുടങ്ങുന്ന അങ്ങനെയാണ്. ഒരു സഭ കൂടി വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പല സ്ഥലത്തും നമ്മളത് കാണുന്നുണ്ട്. ഈ കൂടിവരവിൽ സംഭവിക്കുന്ന എന്താണ്?
നിങ്ങളുടെ കൂടിവരവിൻ്റെ ക്രമം എങ്ങനെയാണെന്നുള്ളതല്ല പ്രധാനം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ആ ക്രമം മറന്നു കളയുക. ചില ആളുകൾ 1 കൊരിന്ത്യർ 14 വായിച്ച് ഇതിലെ ക്രമം എന്താ? 2-3 പ്രവാചകന്മാർ ആദ്യം സംസാരിക്കുന്നു, അതിനുശേഷം വേറൊരാൾ സംസാരിക്കുന്നു. ഇതുപോലുള്ള കൂട്ടായ്മകൾ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. ഒരു ജീവനും ഇല്ലാത്ത സ്ഥലം, ജീവനില്ലാത്തത് പിന്തുടരുന്നത് മാതൃകയാണ്. മോശയുടെ ക്രമം ഫെലിസ്തർ പാലിക്കുന്ന പോലെ. എന്നാൽ ഒരു പുതിയ നിയമസഭയുടെ ലക്ഷണം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒരു ചെറിയ പദപ്രയോഗം ഞാൻ മനസ്സിലാക്കുന്നു, അതാണ് ദൈവസഭയുടെ ഒന്നാമത്തെ ലക്ഷണം. അതാ തീക്ക് തുല്യമാണ്. അത് ഈ 1 കൊരിന്ത്യർ 14 പറയുന്നുണ്ട്. അവൻ പറയുന്ന ഒരു അവിശ്വാസി വന്നാൽ 23-ാം വാക്യത്തിൽ സഭയൊക്കെയും ഒന്നിച്ചുകൂടി വരുമ്പം അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. അതല്ല അതിൻ്റെ ലക്ഷണം. അത് കേൾക്കുമ്പം അവരെന്തു പറയും? എന്താണ്? ഭ്രാന്ത്. നിങ്ങളൊരു സഭയിൽ പോകുന്നു, അവിടെ എല്ലാവരും അന്യഭാഷ പറയും, നിങ്ങളവരെ എന്ത് വിളിക്കും? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതൊരു ഭ്രാന്തമായ സഭയാണെന്ന് പറയാൻ? അവർ നിങ്ങളോട് ചോദിക്കുന്നു, ആരിത് പറഞ്ഞു? പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. 1 കൊരിന്ത്യർ 14:23. എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നെങ്കിൽ സഭ കൂടുമ്പോൾ നിങ്ങൾ അതാണ് ചെയ്യുന്നെങ്കിൽ അത് ഭ്രാന്തുള്ള സഭയല്ലേ? നിങ്ങളതിനെ പെന്തക്കോസ്ത് സഭയെന്ന് വിളിക്കും, ഞാനതിനെ ഭ്രാന്തുള്ള സഭയെന്ന് വിളിക്കും. ഞാനിത് പറയുന്നത് കേട്ട ആളുകൾ എന്നോട് കോപിക്കാറുണ്ട്. ഞാൻ വചനമാണ് പറഞ്ഞത്. എന്നാൽ എല്ലാവരും പ്രവചിക്കുന്നെങ്കിലോ? പ്രവചനമെന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നതാണ്. എത്ര ആളുകൾ സംസാരിക്കുന്നു എന്നുള്ളതല്ല. ചിലർ പറയും അവസരമുണ്ടെങ്കിൽ എല്ലാവരും സംസാരിക്കണം. എന്നാൽ ദൈവത്തിൽ നിന്നൊരു വചനമില്ലെങ്കിൽ അതൊരു പ്രവചനമാകുന്നില്ല. അത് സമയം പാഴാക്കലാണ്. അവൻ്റെ അഭിപ്രായം പറയുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും വായിച്ചു അതേപ്പറ്റി പറയുന്നു. ചിലർ അവനത്ര ദൈവവചനം അറിയാമെന്ന് കാണിക്കുന്നു. ഇതുപോലുള്ള എത്രയോ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പുതിയ നിയമസഭ പണിയാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഈ ക്രമം ആചരിക്കണം. ക്രമം. ഇതുപോലുള്ള ക്രമം പാലിക്കുന്ന അനേക സഭകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്പവും ജീവനില്ലാതെ. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പോയാൽ അവിടെ പോകാൻ ആരോടും ഞാൻ പറയില്ല. അവർക്കൊരു ക്രമമുണ്ട്. മോശയുടെ ക്രമം പിന്തുടരുന്ന ഫെലിസ്തരെ പോലെ. അവർ പറയും ആദ്യം 2-3 പ്രവാചകന്മാർ പ്രവചിക്കണം. ആരാണ് വചനം പറയാനുള്ള വരവുള്ളത് അവരാദ്യം പറയട്ടെ, പിന്നെ മറ്റുള്ളവർക്കൊക്കെ അവസരം കൊടുക്കും. വളരെ വിരസമായത്. അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ എനിക്ക് തോന്നും. ഞാൻ സത്യമാണ് പറയുന്നത്. അതൊരു ക്രമമല്ല. അനേക വർഷങ്ങളായിട്ട് ഞാൻ കണ്ടെത്തിയ കാര്യമാണ്. ഞാനും അങ്ങനെ ആയിരുന്നു. ഞാൻ ചിന്തിച്ചു ക്രമമാണ്. ഈ ആംഗ്ലിക്കൻ സഭയും മെത്തഡിസ്റ്റ് സഭയും ഒന്നും ഈ ക്രമം പാലിക്കുന്നവരല്ല. അവർക്കൊരു പാസ്റ്ററുണ്ട്, അവനാണ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ക്രമം പാലിക്കുന്നവരെക്കാൾ 10 മടങ്ങ് നല്ലതായിരിക്കും അത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, എന്താണ് യഥാർത്ഥ ലക്ഷണം? അതൊരു ക്രമമല്ല. എന്നാൽ ഇവിടെ വായിക്കുന്നത് 25-ാം വാക്യം. ആ വാക്യമാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. മനോഹരമായ വാക്യം. അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടും. എൻ്റെ ജീവിതത്തിലുള്ള ഈ പാപം അവൻ എങ്ങനെ അറിഞ്ഞു? എനിക്കവനെ അറിയുകയില്ല. ഞാനൊരു അപരിചിതനാണ്. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവൻ നേരെ എന്നോടാണ് സംസാരിക്കുന്നത്. എൻ്റെ രഹസ്യ ജീവിതം അറിയാവുന്ന പോലെ. ഞാൻ എൻ്റെ ഭാര്യയോട് എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന്. അവൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അത് വെളിപ്പെട്ട് വരുന്നു. അതിനോടവന് 2 തരത്തിൽ പ്രതികരിക്കാം. ഒന്ന്, അത് കേട്ടവന് മുറപ്പെട്ടു പോകാം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അങ്ങനെ ആളുകൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ അത് ബുദ്ധിമുട്ടിക്കാറില്ല. എനിക്കവനോട് ദുഃഖം തോന്നും, അത്രയേ ഉള്ളൂ. അതേസമയം മറ്റൊരാൾ അവിടെ ഇരിക്കുന്നു, അവൻ കമിഴ്ന്നു വീഴുന്നില്ല. എന്നാൽ ആന്തരികമായി അവൻ ദൈവമുമ്പാകെ വീണ് പറയും, കർത്താവേ, ഇത് നീയാണ് എന്നോട് സംസാരിക്കുന്നത്. അവൻ്റെ പാപത്തെ അവന് ഗ്രഹിപ്പിക്കാനാണ് ദൈവം അവനെ അവിടെ കൊണ്ടുവന്നത്. ഇതാണ് ഒരു പുതിയ നിയമസഭയുടെ ലക്ഷണം. ആളുകൾ ഇത് തിരിച്ചറിയും. ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട്. അതാണ് ഒരു പുതിയ നിയമസഭയുടെ ലക്ഷണം. അവിടെ വരുന്ന ആളുകൾ ഒരു കൂട്ടായ്മ കൂടിക്കഴിയുമ്പം അവർ പറയും, ഞാൻ ദൈവത്തെ സന്ധിച്ചു, അവനോട് സംസാരിച്ചു. അവൻ എന്നെ ഭയപ്പെടുത്തിയില്ല. അങ്ങനെയല്ല ദൈവം വെളിപ്പെടുന്നത്. എന്നാൽ അവൻ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ തന്നു. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നശിപ്പിച്ചു, എങ്കിലും അവൻ പ്രതീക്ഷ തന്നു. എന്നെ ഉയർത്താനാണ്, എന്നെ താഴ്ത്താനല്ല അവൻ വന്നതെന്ന് അവൻ എന്നെ മനസ്സിലാക്കി. ഞാൻ ദൈവത്തെ കണ്ടു. പ്രിയ സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കണം ഒരു പുതിയ നിയമ സഭയുടെ ഓരോ കൂടുവരവുകളെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ മൂപ്പനെ ആശ്രയിച്ചാണിത് ഇരിക്കുന്നത്. പ്രാഥമികമായിട്ടും ദൈവവചനം സംസാരിക്കുന്ന ആളെ.